കാർഡിനായി അപേക്ഷിച്ച് കാത്തിരിക്കുന്നവർക്കും ഭാവിയിൽ അമേരിക്കയിൽ സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇമിഗ്രേഷൻ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അമേരിക്കൻ ഇമിഗ്രേഷൻ ഏജൻസിയായ USCIS ഗ്രീൻ കാർഡ് അപേക്ഷകരുടെ സാമ്പത്തിക ശേഷിയും ആരോഗ്യ സാഹചര്യങ്ങളും പരിശോധിക്കുന്നതിൽ കൂടുതൽ കർശനമായ സമീപനത്തിലേക്ക് പോകുകയാണ്. 2022 നിലവിലുണ്ടായിരുന്ന പബ്ലിക് ചാർജ് ചട്ടങ്ങളിൽ വരുത്തിയ ഇളവുകൾ ഒഴിവാക്കി 2026 സെപ്റ്റംബർ 18 മുതൽ പുതിയ നിയന്ത്രണങ്ങളും മാർഗനിർദ്ദേശങ്ങളും നടപ്പിലാക്കാനാണ് അധികൃതരുടെ നീക്കം. 2022 നിലവിലുണ്ടായിരുന്ന പബ്ലിക് ചാർജ് ചട്ടങ്ങളിൽ വരുത്തിയ ഇളവുകൾ ഒഴിവാക്കി 2026 സെപ്റ്റംബർ 18 മുതൽ പുതിയ നിയന്ത്രണങ്ങളും മാർഗനിർദ്ദേശങ്ങളും നടപ്പിലാക്കാനാണ് അധികൃതരുടെ നീക്കം. ഇനി മുതൽ ഒരു അപേക്ഷകൻ ഭാവിയിൽ അമേരിക്കൻ ഗവൺമെന്റിന്റെ സാമ്പത്തിക സഹായങ്ങളെയോ ആനുകൂല്യങ്ങളെയോ ആശ്രയിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന കാര്യം ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ കൂടുതൽ വിശദമായി പരിശോധിക്കും. അപേക്ഷകന്റെ പ്രായം, ആരോഗ്യം, വരുമാനം, സാമ്പത്തിക സ്ഥിതി, കുടുംബ പശ്ചാത്തലം, വിദ്യാഭ്യാസം, ജോലി പരിചയം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ പരിശോധിക്കപ്പെടും. അപ്പോൾ എന്താണ് പബ്ലിക് ചാർജ്? ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഗ്രീൻ കാർഡ് അപേക്ഷകരെ ഇത് എങ്ങനെ ബാധിക്കും? ഏതൊക്കെ വിഭാഗങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്? അപേക്ഷകർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. ആദ്യം പബ്ലിക് ചാർജ് എന്നതിന്റെ അർത്ഥം മനസ്സിലാക്കാം. അമേരിക്കൻ ഇമിഗ്രേഷൻ നിയമത്തിലെ പ്രധാന ആശയങ്ങളിൽ ഒന്നാണ് സെൽഫ് സഫിഷ്യൻസി, അതായത് സ്വന്തം ചെലവുകളും ജീവിത ചെലവുകളും സ്വയം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വ്യക്തിയായിരിക്കണം അമേരിക്കയിലേക്ക് കുടിയേറുക എന്നത്. അമേരിക്കൻ നികുതിദായകരുടെ പണം ഉപയോഗിച്ച് നൽകുന്ന സർക്കാർ സഹായങ്ങളെയോ ആനുകൂല്യങ്ങളെയോ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാളായി മാറാൻ സാധ്യതയുണ്ടോ എന്ന കാര്യവും ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പരിശോധിക്കും. ഒരു അപേക്ഷകൻ ഭാവിയിൽ സർക്കാരിന് സാമ്പത്തിക ബാധ്യതയാകാൻ സാധ്യതയുണ്ടെന്ന് ഉദ്യോഗസ്ഥന് തോന്നിയാൽ ചില സാഹചര്യങ്ങളിൽ ഗ്രീൻ കാർഡോ വിസയോ നിഷേധിക്കാൻ നിയമപരമായി സാധിക്കും. 2022 കൊണ്ടുവന്ന ചട്ടങ്ങളിൽ പബ്ലിക് ചാർജ് വിലയിരുത്തൽ താരതമ്യേന പരിമിതമായിരുന്നു. പ്രധാനമായും ചില ക്യാഷ് അസിസ്റ്റന്റ് ആനുകൂല്യങ്ങളും സർക്കാർ ചെലവിൽ ലഭിക്കുന്ന ദീർഘകാല ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ പോലെയുള്ള കാര്യങ്ങളായിരുന്നു പരിഗണിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ കൂടുതൽ വിപുലമായ സാമ്പത്തിക, ആരോഗ്യ, കുടുംബ സാഹചര്യങ്ങൾ പരിശോധിക്കുന്ന തരത്തിലേക്ക് നിയന്ത്രണങ്ങൾ മാറുകയാണ്. 2026 സെപ്റ്റംബർ 18 മുതൽ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രാബല്യത്തിൽ വന്നാൽ ഫോം I-485 പരിശോധിക്കുമ്പോൾ അപേക്ഷകന്റെ ചില വ്യക്തിഗത സാഹചര്യങ്ങളും USCIS ഉദ്യോഗസ്ഥർ വിലയിരുത്തും. ആദ്യമായി പ്രായമാണ്. അപേക്ഷകന് ജോലി ചെയ്യാൻ അനുയോജ്യമായ പ്രായമാണോ അതോ ഭാവിയിൽ സർക്കാർ സഹായങ്ങളെ ആശ്രയിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമോ എന്ന കാര്യം പരിഗണിക്കും. രണ്ടാമത്തേത് ആരോഗ്യസ്ഥിതിയാണ്. തുടർച്ചയായ ചികിത്സ ആവശ്യമായ ആരോഗ്യ പ്രശ്നങ്ങളോ വലിയ സാമ്പത്തിക ചെലവ് ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളോ ഉണ്ടോ എന്നതും പരിശോധിക്കും. മൂന്നാമത്തേത് കുടുംബ സാഹചര്യമാണ്. അപേക്ഷകന് എത്ര ആശ്രിതരുണ്ട്, കുടുംബത്തിന്റെ വലിപ്പം എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളും വിലയിരുത്തപ്പെടും. നാലാമത്തേത് സാമ്പത്തിക സ്ഥിതിയാണ്. വാർഷിക വരുമാനം, ബാങ്ക് ബാലൻസ്, സ്വത്തുക്കൾ, കടബാധ്യതകൾ, ക്രെഡിറ്റ് ചരിത്രം തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കും. അടുത്തത് വിദ്യാഭ്യാസവും തൊഴിൽ ശേഷിയുമാണ്. അപേക്ഷകന്റെ വിദ്യാഭ്യാസം, ഭാഷാ വൈവിധ്യം, ജോലി പരിചയം തുടങ്ങിയവ ഭാവിയിൽ സ്ഥിരമായ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ സഹായിക്കുന്നുണ്ടോ എന്നതും പരിഗണിക്കാം. ഇതിനു പുറമെ അപേക്ഷകനോ കുടുംബാംഗങ്ങളോ മുൻകാലങ്ങളിൽ ചില സർക്കാർ സഹായങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന കാര്യവും ഉദ്യോഗസ്ഥർ പരിശോധിച്ചേക്കാം. ഭക്ഷ്യസഹായ പദ്ധതികൾ, മെഡിക്കെയ്ഡ്, ഹൗസിംഗ് അസിസ്റ്റൻസ് തുടങ്ങിയ സർക്കാർ ആനുകൂല്യങ്ങളും കേസിന്റെ സാഹചര്യത്തിനനുസരിച്ച് പരിഗണിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ആരൊക്കെയാണ് ഈ നിയമം ബാധിക്കാൻ സാധ്യത? നമുക്ക് നോക്കാം. ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം ഏതൊക്കെ ഗ്രീൻ കാർഡ് അപേക്ഷകരെയാണ് ഈ മാറ്റങ്ങൾ ബാധിക്കാൻ സാധ്യതയുള്ളത് എന്നതാണ്. ഒന്നാമത്തേത് ഫാമിലി ബേസ്ഡ് ഗ്രീൻ കാർഡ് ആപ്ലിക്കൻസ്. US പൗരന്മാരുടെയോ ഗ്രീൻ കാർഡ് ഉടമകളുടെയോ കുടുംബാംഗങ്ങളായി ഗ്രീൻ കാർഡിന് അപേക്ഷിക്കുന്നവരാണിവർ. രണ്ടാമത്തേത് എംപ്ലോയ്മെന്റ് ബേസ്ഡ് ഗ്രീൻ കാർഡ് ആപ്ലിക്കൻസ്. H-1B, L-1 തുടങ്ങിയ താൽക്കാലിക വിസകളിൽ നിന്ന് തൊഴിൽ അടിസ്ഥാനത്തിൽ ഗ്രീൻ കാർഡിന് അപേക്ഷിക്കുന്നവരാണ് ഇവർ. മൂന്നാമത്തേത് ഡൈവേഴ്സിറ്റി വിസ ആപ്ലിക്കൻസ് ആണ്. ഡൈവേഴ്സിറ്റി വിസ ലോട്ടറി വഴി അമേരിക്കയിലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്നവരാണ് ഇതിൽ വരുന്നത്. നാലാമത്തേത് ചില ഫാമിലി ബേസ്ഡ് വിസ ആപ്ലിക്കൻസ് ആണ്. വിദേശത്തു നിന്നും കുടുംബ സ്പോൺസർഷിപ്പിലൂടെയോ ഫിനാൻസ് വിസ പോലെയുള്ള വഴികളിലൂടെയോ അമേരിക്കയിൽ എത്തുന്നവരും അവരുടെ സാഹചര്യത്തിനനുസരിച്ച് ഇത്തരം പരിശോധനകൾക്ക് വിധേയരാകാം. ആരൊക്കെയാണ് ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിഭാഗങ്ങൾ എന്ന സംശയമായിരിക്കും പലർക്കുമുള്ളത്. നമുക്ക് നോക്കാം. എല്ലാവർക്കും പബ്ലിക് ചാർജ് നിയമം ഒരുപോലെ ബാധകമല്ല. ചില വിഭാഗങ്ങൾക്ക് പ്രത്യേക ഇളവുകളുണ്ട്. റെഫ്യൂജീസ്, അസൈലീസ് തുടങ്ങിയ ചില വിഭാഗങ്ങൾ ഇതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരാണ്. ടി വിസ, യു വിസ വിഭാഗങ്ങളിലുള്ള ചില അപേക്ഷകരും ഇതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. കുറ്റകൃത്യങ്ങളുടെ ഇരകളുമായി ബന്ധപ്പെട്ട
VAWA കേസുകളിലും പ്രത്യേക ഒഴിവുകൾ നിലവിലുണ്ട്. US സിറ്റിസൺസിനെ പബ്ലിക് ചാർജ് അടിസ്ഥാനത്തിൽ ഗ്രീൻ കാർഡ് നിഷേധിക്കുന്ന സാഹചര്യമില്ല. അതുപോലെ നിലവിൽ ഗ്രീൻ കാർഡ് ഉള്ള ഒരാൾ പിന്നീട് നാച്ചുറലൈസേഷൻ അതായത് US പൗരത്വത്തിനായി അപേക്ഷിക്കുമ്പോൾ പബ്ലിക് ചാർജ് പരിശോധന അതേ രീതിയിൽ ബാധകമല്ല. ഇവിടെ മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. അപേക്ഷകനെ സാമ്പത്തികമായി പിന്തുണയ്ക്കാൻ കഴിയുന്ന ശക്തനായ ഒരു സ്പോൺസർ ഉണ്ടോ എന്നതും പ്രധാനമാണ്. പ്രത്യേകിച്ച് ഫോം I-864 പോലെയുള്ള രേഖകൾ ചില ഗ്രീൻ കാർഡ് അപേക്ഷകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപേക്ഷകന്റെ സാമ്പത്തിക സ്ഥിതി ദുർബലമാണെങ്കിലും ശക്തരായ സ്പോൺസർ പിന്തുണ ചില കേസുകളിൽ സഹായകരമായേക്കാം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പബ്ലിക് ചാർജ് ബോണ്ട് അഥവാ ഫോം I-945 ആവശ്യപ്പെടാനും സാധ്യതയുണ്ട്. അപേക്ഷകർ ഇനി എന്ത് ചെയ്യണം? നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, ടൈമിംഗ് ശ്രദ്ധിക്കുക. നിങ്ങൾ ഗ്രീൻ കാർഡിനായി അപേക്ഷിക്കാൻ തയ്യാറെടുക്കുന്ന ആളാണെങ്കിൽ പുതിയ നിയമങ്ങൾ എപ്പോൾ മുതൽ പ്രാബല്യത്തിൽ വരും എന്നത് കൃത്യമായി മനസ്സിലാക്കുക. രണ്ടാമത്തേത്, സാമ്പത്തിക രേഖകൾ തയ്യാറാക്കി വെക്കുക എന്നതാണ്. ടാക്സ് റിട്ടേൺ, എംപ്ലോയ്മെന്റ് ലെറ്റർ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട രേഖകൾ തുടങ്ങിയവ കൃത്യമായി സൂക്ഷിക്കുക. മൂന്നാമത്തേത്, സർക്കാർ ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ ജാഗ്രത പാലിക്കുക. നിങ്ങൾ പബ്ലിക് ചാർജ് പരിശോധനയ്ക്ക് വിധേയരാകുന്ന വിഭാഗത്തിലാണെങ്കിൽ നിങ്ങൾക്ക് അർഹതയില്ലാത്ത സർക്കാർ ആനുകൂല്യങ്ങൾ സ്വീകരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നാലാമത്തേത്, ഇമിഗ്രേഷൻ അറ്റോർണിയുടെ സഹായം തേടുക എന്നതാണ്. ഫോം I-485 സമർപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ വ്യക്തിഗത സാഹചര്യങ്ങൾ ഒരു യോഗ്യനായ ഇമിഗ്രേഷൻ അറ്റോർണിയെ കൊണ്ട് പരിശോധിക്കുന്നത് കൂടുതൽ സുരക്ഷിതമായിരിക്കും. അമേരിക്കൻ ഇമിഗ്രേഷൻ സംവിധാനത്തിൽ സാമ്പത്തിക സ്വയം പര്യാപ്തതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഗ്രീൻ കാർഡിനായി അപേക്ഷിക്കുന്നവർ അവരുടെ സാമ്പത്തിക സ്ഥിതി, ആരോഗ്യം, സാഹചര്യം, കുടുംബ പശ്ചാത്തലം, വിദ്യാഭ്യാസം, ജോലി പരിചയം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ കൂടുതൽ വിശദമായി പരിശോധിക്കപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു പ്രധാന കാര്യം കൂടി ഓർക്കണം. പബ്ലിക് ചാർജ് സംബന്ധിച്ച പുതിയ വ്യവസ്ഥകൾ എല്ലാ കുടിയേറ്റക്കാർക്കും ഒരേ രീതിയിൽ ബാധകമാകണമെന്നില്ല. ചില വിഭാഗങ്ങൾക്ക് നിയമപരമായ ഒഴിവുകളും സംരക്ഷണങ്ങളും നിലവിലുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിഗത സാഹചര്യത്തിന് പുതിയ ചട്ടങ്ങൾ എങ്ങനെ ബാധകമാകുമെന്നത് മനസ്സിലാകാതെ ഭയപ്പെടേണ്ടതില്ല. അമേരിക്കൻ ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകളും വിവരങ്ങളും തത്സമയം അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.